സർ കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു സാറ് മുഖ്യമന്ത്രിയെ ഒക്കെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നോ? അവരുടെ ഭാഗത്ത് നിന്ന് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത്? മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. മുഖ്യമന്ത്രി വളരെ പോസിറ്റീവാണ്. എന്താണ് സുപ്രീം കോടതിയിൽ കേരളം പറയേണ്ടതെന്ന് എഴുതി കൊടുക്കാമോ? ഞാനത് എഴുതി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയെയും കണ്ടായിരുന്നു. അദ്ദേഹവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ പോയി ശ്രീ ജോസഫ് വിജയനെ കാണണം. അതിനുള്ള ഏർപ്പാട് തമിഴന്മാർ തന്നെ. തമിഴ്നാട്ടിലെ എല്ലാ തമിഴന്മാരും മലയാളികൾക്കെതിരാണെന്ന് ആരും വിചാരിക്കേണ്ട. ഈ 4 കോടി ജനങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി തമിഴന്മാര് തമിഴ്നാട്ടിലുണ്ട്. മനസ്സിലായത്? നമ്മളെ ഈ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു തമിഴിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ 4 കോടി ജനങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവര് മൂലം ഇവിടെ ഒരു ദോഷം പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത് അവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ വലിയ ഒരു സഹായം ചെയ്യുന്ന ഒരു ജനതയെ സമൂലം ഇല്ലാതാക്കണമെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇല്ല. കുറച്ച് രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ ബഹുഭൂരിപക്ഷം വരുന്ന തമിഴന്മാർക്ക് മലയാളി മക്കൾ മരിച്ചു പോകണമെന്നൊന്നും ഇല്ല. അപ്പൊ അത്തരം ആളുകൾ ശ്രീ ജോസഫ് വിജയന്റെ അടുത്ത് ഒരു ഞാൻ ഫ്രീ ആവണമെന്നേ ഉള്ളൂ. എന്നോട് പറഞ്ഞത് സാറിന്റെ സമയം പറഞ്ഞോ, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ശരിയാക്കാന്നാ പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ബേസ് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പം മുഖ്യമന്ത്രിയെ കണ്ടു, ജലസേചന വകുപ്പ് മന്ത്രിയെ കണ്ടു, ഇനി ആഭ്യന്തരമന്ത്രിയെയും കൂടി കാണണം. പിന്നെ കുറെ കേരളത്തിലെ നേതാക്കന്മാരെ കാണണം. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള അല്ലാത്ത പക്ഷത്തും ഉള്ള കുറെ നേതാക്കന്മാരെ കാണണം. എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് നിർത്തണ്ടേ? മനസ്സിലായ? ഈ പല ആശയങ്ങളുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന ആൾക്കാരെ നാട് നശിച്ചാലും വേണ്ടില്ല, എൻ്റെ പാർട്ടി എൻ്റെ നേതാവ് എന്ന് വിചാരിക്കുന്ന ആളുകളാ. ഈ ആളുകളെയൊക്കെ ഒന്ന് ഒന്നിച്ചു കൂട്ടി കൊണ്ടുവരണം. ഒന്നിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തമിഴ്നാട് വരണ്ട വഴിക്ക് വരും. നമ്മൾ ഒറ്റ കെട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോ ജാതിയുടെ മതത്തിന്റെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ഒക്കെ പേരും പറഞ്ഞ് മതം മാത്രമല്ല ജാതി സംഘടനകളും എന്തോരം പ്രശ്നങ്ങളെ ഈ നാട്ടില് എല്ലാത്തിനെയും കൂടി കൂട്ടിക്കെട്ടണം. പറഞ്ഞു ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ മലയാളികൾ. ഇപ്പൊ മലയാളികൾക്ക് ശരിയാണ്, പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം വേറെ വേറെ ആയിരിക്കാം. പക്ഷെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴൊന്നും മലയാളി ഇത് നോക്കിയിട്ടല്ലല്ലോ രംഗത്തിറങ്ങുന്നത്. ദുരന്തം ഉണ്ടായിട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? ഈ മുല്ലപ്പെരിയാർ ഡാം 1924 തകർന്നതിന് ശേഷം അതുപോലെ ഒരു തകർച്ച ഇനി ഉണ്ടായാല് ആര് റെസ്ക്യൂ ഓപ്പറേഷന് വരും? ആരുണ്ടാവും? അവനവനെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ആളെ അടുത്ത് നിൽക്കണവൻ എങ്ങനെ രക്ഷപ്പെടുത്തും? വിഷവാതകം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആർക്ക് നിലനിൽക്കാൻ പറ്റും? ഒരു ഈച്ച പോലും ഇവിടെ പിന്നെ ഉണ്ടാവോ? ജീവനുള്ളത് സകലതും മരിക്കൂല. ആയിരക്കണക്കിന് കെമിക്കൽ ഫാക്ടറീസ് അതിന്റെ അടിയിലുള്ളത്. ഇതിങ്ങനെ ബാങ്കിയാർ ഡാം തകർന്ന പോലെ, മോർവി അണക്കെട്ട് തകർന്ന പോലെ ഇതിങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നാൽ ഇത് ആൾക്കാരുടെ വിചാരം വെള്ളം ഒഴുകി വരുന്നു. ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുക. കല്ലും മണ്ണും ചെളിയും വണ്ടിയും കിണ്ടി ആന എല്ലാം കൂടി ആ ഒരു ഫോഴ്സിനെ തടഞ്ഞു നിർത്താൻ മുമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിക്കും സാധ്യമല്ല. അതിൻ്റെ അടുക്ക് ആര് റെസ്ക്യൂ ചെയ്യാനാണ്? സമ്പൂർണമായ നാശമായിരിക്കും കേരളത്തിൽ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ സമ്പൂർണമായ നാശാണ്. എനിക്ക് ഈ തകരില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തമിഴന്മാര് മലയാളി ലേബലിൽ വന്ന് പറയുന്നതാണ്. ഓക്കെ, അതാ എനിക്കിഷ്ടം. തകരരുത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കണേ. ഞാൻ അതിലേറെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ മുമ്പിൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തകരാതിരിക്കുന്നതാണ് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ഡാമിന്റെ ശക്തി കൊണ്ട് അത് നിലനിൽക്കുന്നതല്ല എന്ന് അവിടുത്തെ തന്നെ എഞ്ചിനീയേഴ്സ് പറയുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ച സകല എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും പറയുന്നു. സകല സീസ്മോളജിസ്റ്റുകളും പറയുന്നു. ഒരു പ്രാവശ്യം കുറച്ച് ദൂരെ കൂടെ ഒരു എർത്ത് പോയേ ഉള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിൽ ക്രാക്ക് വീണു. ആ ക്രാക്ക് ഇന്നും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പെനീകൊക്കെ വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് വീണു. അതും ഇന്നും വരെ ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഈ കുറച്ച് മാറി ഉണ്ടായ ഭൂകമ്പം കുറച്ച് അടുത്ത് വന്നുണ്ടായ തീർന്നു. അപ്പൊ ആളുകൾ പറയണ്ട ഭൂകമ്പം വന്നാൽ എല്ലാ ഡാമും തകരൂലേന്ന്. തകരും. ഇടുക്കി ഡാമിന്റെ അടുത്ത് ഭൂകമ്പം വന്നാൽ തകരും. നമ്മൾ ഈ വക കൺസ്ട്രക്ഷൻസ് ഒന്നും കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ ഇനി വലിയ കൺസ്ട്രക്ഷൻസ് പാടില്ല.
ഡാമുകളൊക്കെ 1, 2, 3 എന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം ഫസ്റ്റ് പ്രിഫറൻസ് അതാണ്. അത് ഡീകമ്മീഷൻ ചെയ്താൽ ഇടുക്കി, തുടർന്ന് ഇങ്ങോട്ട് എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണം. അമേരിക്കയിൽ ഈ കഴിഞ്ഞ വർഷം 2025 100 ഡാംസ് ഡീകമ്മീഷൻ ചെയ്തു എങ്കിൽ കേരളത്തിലെ എല്ലാ 84 ഡാംസും ഡീകമ്മീഷൻ ചെയ്യണം 1 by 1 ആയിട്ട്. കാരണം ഡാമുകൾ കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്നിടത്തോളം ആരും തകർക്കുന്നില്ല. എത്ര കിലോമീറ്റർ സ്ക്വയറിലുള്ള സ്ഥലങ്ങളാണ് സകല ജീവി വർഗങ്ങളെയും സകല ഔഷധ ചെടികളെയും സകല ചെടികളെയും നശിപ്പിച്ച് വെള്ളത്തിന്റെ അടി കിടക്കുന്നത്. ഈ ഡാമിന്റെ വെള്ളം നിറച്ചു കഴിഞ്ഞാല് വെള്ളം ഒരു ഡാമിൽ നിറച്ചു കഴിഞ്ഞാൽ വലിയ മർദ്ദമാണ് താഴേക്ക് വരുന്നത്. ആ മർദ്ദം കൊണ്ട് ഈ റോക്സിന്റെ പ്ലേറ്റ്സ് ഇങ്ങനെ തെന്നി മാറും. എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭൂകമ്പ സാധ്യത ഇവിടെ വർദ്ധിച്ചത്. ഈ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജീവനോടെ കല്ലിന്റെ ഇടയിൽ ഭൂകമ്പം വന്ന് കിടന്നാലുള്ള അവസ്ഥ നരകത്ര ഭേദ. ജീവനോടെ സുബോധത്തോടെ ഈ വെനിസുലയിൽ നമ്മൾ കണ്ടതാണ്, നേപ്പാളിൽ നമ്മൾ കണ്ടതാണ്, ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ്. ജീവനോടെ കല്ലിന്റെ അടിയിൽ അനങ്ങാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ സുബോധത്തോടെ, നരകമൊക്കെ എത്ര ഭേദം. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ്, എളിയ ശ്രമമാണ് എൻ്റെ. സാർ പറഞ്ഞല്ലോ ഇതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയെ കാണാവുന്നതാണ്. അപ്പോ ജോസഫ് വിജയ് ഈ കഴിഞ്ഞ ഇടക്കും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് അനുകൂലമായിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അവിടെ നമ്മൾ ചോദിക്കില്ലേ എന്താണ് അതിനൊരു ധൈര്യം എന്ന് ചോദിക്കില്ലേ? അതായത് അവിടെ നിന്ന് നമുക്കൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും നമുക്ക് പോകേണ്ടി വരില്ലല്ലോ. അപ്പൊ എന്തായിരിക്കും സാർ അവിടെ അങ്ങനെ ഒരു അവസരത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സാറ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ സാറ് പ്രതീക്ഷിക്കുന്നത് എന്താണ്, എങ്ങനെ ആയിത്തീരുമെന്നാണ്? ഈ ഒരാളുടെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ബാക്ക് ഹിസ്റ്ററി മനസ്സിലാക്കണം. ബാക്ക് ഹിസ്റ്ററിയിൽ നല്ലതും ചീത്ത എല്ലാം ഉണ്ടാവും. അതിൽ ഏതാണ് കൂടുതൽ വെയിറ്റ് ഉള്ളതെന്ന് നോക്കണം. ശ്രീ ജോസഫ് വിജയുടെ ബാക്ക് ഹിസ്റ്ററി നോക്കിയാൽ നന്മയ്ക്കാണ് വെയിറ്റ് കൂടുതൽ, നമ്പർ 1. നമ്പർ 2, സ്വാതന്ത്ര്യം കിട്ടിയ കാലം തുടങ്ങി 47 മുതൽ നാളെ ഇതുവരെ അവിടുത്തെ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാർ ഡാം വിഷയം വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാ. മനസ്സിലായോ? 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 50 രൂപ അവരെടുക്കും, 50 രൂപ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കും. ഇവിടെ കിട്ടുന്ന 50 രൂപ 4:4:2. മനസ്സിലായി കാണും. മനസ്സിലായി കാണും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അങ്ങനെ ഇവിടെ എടുക്കും. അപ്പൊ ഈ സ്വാതന്ത്ര്യാനന്തരം ഈ നാളെ ഇതുവരെയുള്ള ഈ കച്ചവടത്തിൽ വിജയില്ല. മനസ്സിലായോ? അപ്പൊ വിജയ്ക്ക് ഈ അഴിമതിയുടെ കറയില്ല. അതുകൊണ്ട് സംസാരിക്കാൻ എളുപ്പമുണ്ട്. മനസ്സിലായോ? അവർക്ക് അവരുടെ തലയിലിരിക്കുന്ന കാരണം ലോകാവസാനത്തോളം ഈ ഡാം ഇങ്ങനെ തന്നെ നിൽക്കുന്ന ആ ധാരണ തിരുത്തി കൊടുക്കണം. ഇതുവരെയുള്ള ഇത് ഡാമിനെ കുറിച്ച് പഠിച്ച എല്ലാ സയന്റിഫിക് ഏജൻസികളും ഇത് തകരാറിലാണ്, പൊട്ടും എന്ന് പറഞ്ഞാണ്. ഇത് ആദ്യമായി പൊട്ടുമെന്ന് പറഞ്ഞത് ഡോക്ടർ KC തോമസ് ആണ്, സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അത് 1964 പറഞ്ഞത്. എത്ര വർഷമായി? ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ഡാമുകളെ കുറിച്ചും ജലത്തെക്കുറിച്ചും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിന്റെ ചെയർമാനായ ഡോക്ടർ KC തോമസ് ആണ് പറഞ്ഞത് ഈ ഡാം അപകടത്തിലാണ്, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണമെന്ന് 1964. ഇനി ആരുടെ അഭിപ്രായം ഞാൻ കേൾക്കണ്ട? മനസ്സിലായ? എന്നിട്ട് അന്ന് മുതൽ ഇന്നേ വരെ ഈ റിപ്പയറിങ് ഒന്നും ഒരു ഡാമില്, അതൊരു കോമൺ സെൻസ് അല്ലേ? ഒരു ഡാമിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എന്തോന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന? ഞാൻ പറഞ്ഞില്ലേ, പെനീക്കൊക്കെ വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് വീണത് നാളിതുവരെ റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തോന്ന് റിപ്പയറിങ് അവർ പറയുന്നു? കമ്പി അടിച്ച് കയറ്റുന്നതാ. അതൊക്കെ പ്രഹസനാണ്. അങ്ങനെ കമ്പി അടിച്ച് കയറ്റിയിരുന്നെങ്കിൽ ഡാം ഇപ്പൊ ഞാനിവിടെ ഇരുന്നത് പറയേണ്ടി വരില്ലായിരുന്നു. പണ്ടേ തകർന്നാണ് ഡാം. കേബിൾ ആങ്കറിങ് ഒന്നും നടത്താൻ പറ്റൂല. അവിടെ ഒരു എഞ്ചിനീയറിംഗ് ഫോം വന്നു, അവരോട് പ്രഷർ ഗ്രൗട്ടിങ് നടത്താൻ പറഞ്ഞു. അവർ നടത്തിയില്ല. എന്താ നടത്താറുന്നത്? ഒരു ഡാം ശക്തിപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെയാണ്. വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും കുറച്ചൊന്ന് ബലപ്പെടുത്താൻ കഴിയുന്നത് അങ്ങനെയൊക്കെയാണ്. അവരെന്താ പ്രഷർ ഗ്രൗട്ടിങ് നടത്തായിരുന്നത്? പ്രഷർ ഗ്രൗട്ടിങ് നടത്തി അന്നേരം തന്നെ ഡാം വീഴും. അവര് പറഞ്ഞു ഞങ്ങൾ ഈ പണിക്കില്ല എന്ന് പറഞ്ഞു. ഈ ജോസഫ് വിജയനെ കാണാൻ പോകുമ്പോ സാറിന് ഇപ്പൊ തമിഴ്നാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഒരുപാട് പേരറിയാം. കാരണം ഇപ്പൊ ഈ വീഡിയോ വരെ, ഉം. ഇപ്പൊ പ്രജിത എടുക്കുന്ന ഈ വീഡിയോ വരെ മലയാളികളെക്കാൾ കൂടുതൽ കാണുന്നത് തമിഴിയൻസാ. അവര് എന്റെ വീഡിയോ വെച്ചോണ്ട് നോക്കിയിരിക്കുക. കാരണം അവർക്ക് ആ നാടിന് എന്ത് സംഭവിക്കുന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. നമുക്കും എന്ത് സംഭവിക്കുന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. നമുക്കതില്ല. മനസ്സിലായി? ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. സ്വന്തം മക്കൾ ഈ നാട്ടിൽ ജീവിക്കണമെന്നില്ല. എന്ത് ക്രൂരതയാണ് ഈ നാട്ടിൽ നടക്കണത്. ഇപ്പൊ ഒരു ചെറിയ കുട്ടി മുത്തച്ഛനെ കൊന്നില്ലേ? ഈ മൈൻഡ് സെറ്റായി മലയാളികൾക്ക്. ആരോടും അനുകമ്പയില്ല, ആരോടും സ്നേഹമില്ല, എല്ലാവരോടും വിരോധമായി. മനസ്സിലായോ? ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് പോയി റോഡിൽ കാണുന്ന ആദ്യത്തെ മനുഷ്യനോടൊന്ന് ചോദിച്ചു നോക്ക്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് ചോദിച്ചു നോക്ക്. ഇൻസ്റ്റന്റ് റിപ്ലൈ ആയിരിക്കും, അതൊന്നും പൊട്ടൂലാന്ന്. അവന്റെ തലയിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന സംഭവമായത്. ഇവിടെ നാളിതുവരെ ഭരിച്ച ഗവൺമെന്റുകൾ, നാളിതുവരെ നാടിനെ നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, ഇതിന്റെ ഇടയിൽ കൂടെ പൈസ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി സാധാരണക്കാരെ വഞ്ചിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഒരു കാലത്തും പൊട്ടൂലാന്ന്. ഈ പൊട്ടൂലെന്ന് ആയിക്കോട്ടെ, പൊട്ടണ്ട. ഇതിൽ നിന്ന് തമിഴ്നാട് ഉണ്ടാക്കണതിന്റെ ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഡോളേഴ്സിന്റെ ഒരു 10% ഇങ്ങോട്ട് മേടിച്ച് ഖജനാവി വെക്കാൻ പറഞ്ഞ ഇവരെന്ത് പറയും? ഞാൻ പൊട്ടണ്ട. മനസ്സിലായി? അതൊന്നും പൊട്ടൂലെന്നല്ലേ ഇവര് പറയണേ. അതാണ് ഡയലോഗ്. ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായി? അവന്റെ വീട്ടിൽ ചെറിയ കുഞ്ഞു മക്കളുണ്ട്. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്തയ്ക്കോ മുത്തച്ഛനോ ഇത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിലാണ് ഈ പറയോ, കർണാടകത്തിലാണ് ഈ പറയോ? സ്വന്തം മക്കളെ കുറിച്ചുള്ള ചിന്ത വരൂല്ലേ പെട്ടെന്ന്? യാതൊരു ചിന്തയുമില്ല. ഒട്ടും ചിന്തയില്ലാതിരിക്കാനാണെങ്കിൽ കുറച്ച് മദ്യം കൂടി മേടിച്ച് കുടിക്കും. അതിന് മുട്ടിന് ഉണ്ടല്ലോ. സ്ത്രീകൾ ഇറങ്ങണം. ഇവിടെ സെൻസ് ഉള്ളത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാരുടെ സെൻസൊക്കെ പോയി. അതെല്ലാം സർക്കാർ നശിപ്പിച്ച് പ്രതികരിക്കരുത്, പ്രതിരോധിക്കരുത്, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടുകയും ചെയ്യരുത്. മനസ്സിലായ? വിഷം തിന്നും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷമൊക്കെ ഉരുട്ടിയാണ് മക്കൾക്ക് കൊടുക്കുന്നത്. ഒരു വിഷമവുമില്ല. കോഴിയായിട്ട് ബന്ധമില്ലാത്ത കോഴിമുട്ട, പശുവായിട്ട് ബന്ധമില്ലാത്ത ഇറച്ചി, പിന്നെ വെളിച്ചെണ്ണയായിട്ട് എന്തെങ്കിലും, തെങ്ങായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറിജിനൽ വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ്. ഇതാണ് സ്വന്തം മക്കൾക്ക് കൊടുത്തോണ്ടാണ് ഇവനൊക്കെ പറയുന്നത് ഡാം പൊട്ടൂല. മനസ്സിലായോ? നാട് ആദ്യം ഇവരാ നന്നാവണ്ടേ. ഡാം അല്ല പ്രശ്നം, ഈ നാട്ടിലെ ജനങ്ങളാ പ്രശ്നം. ചിന്താശേഷി ഇല്ലാത്ത ജനങ്ങളാ പ്രശ്നം. അവരാണ് ഈ നാട് നശിപ്പിക്കുന്നത്. എന്നിട്ട് എന്താ ഈ നാട്ടിൽ അവരുടെയൊക്കെ മക്കൾ ഇപ്പൊ ചെയ്യുന്ന എന്താ? ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലേക്ക് ഓടുന്നു. അവരവിടെ തന്നെ സെറ്റിലാകുന്നു. ഈ ഡാം പൊട്ടൂലാന്ന് നടക്കണ ഈ കാരണവന്മാര് അവസാന കാലത്ത് ആരുമില്ലാണ്ട് ഇവിടെ കിടന്ന് നരയിച്ച് ചാകുന്നു. ഇതല്ല കേരളത്തിന്റെ സ്ഥിതി അല്ലേ? ആദ്യം അവര് പഠിക്കണം അവരുടെ അടിമത്തം എന്താണ്, തങ്ങൾ അടിമകളാണെന്ന് മനസ്സിലാവണം ആദ്യം. മനസ്സിലായ? ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുള്ളൂ. ദൈവം പിടിച്ചു നിർത്തും ഒരു കാലത്തെങ്കിലും. എന്തെങ്കിലും ഒരു കാലത്ത് യുവന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായി? അത്രയും നാൾ ദൈവം പിടിച്ചു നിർത്തട്ടേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ആകെ ഉള്ള ഒരു പ്രതീക്ഷ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചുള്ള ഈ ജനങ്ങളെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നാളിതുവരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങളും ജാതി പ്രസ്ഥാനങ്ങളുമാണ്. ഏതെങ്കിലും ജാതി നേതാക്കന്മാർ ഈ വിഷയം സംസാരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മത നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടോ? 1924 ഇവരുടെ അമ്പലങ്ങളും ഇവരുടെ പള്ളികളും സകലതും കേരളത്തിൽ നിന്ന് സമൂലം തുടച്ചു നീക്കപ്പെട്ടതാണ്. ഒരു റെയിൽവേ ഉണ്ടായിരുന്നു, മൂന്നാർ തൊട്ട് ഇങ്ങോട്ടൊരു റെയിൽവേ ഉണ്ടായിരുന്നു, അതുപോലും തുടച്ചു നീക്കിയതാണ് പ്രകൃതി. 99-ലെ വെള്ളപ്പൊക്കം അത് അനുഭവിച്ച ആളുകളാണ് പ്രതികരിക്കാതിരിക്കുന്നത്. വലിയ ഒരു ദുര്യോഗമാണ്. ഈ വെള്ളം കൊണ്ട് തമിഴ്നാട്, ഒരു ഗതിയില്ലാത്ത തമിഴ്നാട് ഇന്ത്യയിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. അടുത്ത കൊല്ലം നോക്കിയോ 1ാമത്തെ സാമ്പത്തിക ശക്തിയാവും. ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം. ചെറിയ വരുമാനമല്ല. എന്നിട്ട് അവിടെ വെള്ളം കൊടുക്കാൻ ഇവന്മാർക്ക് ആലോചിച്ച് നോക്കിയേ. തമിഴ്നാട്ടിൽ കുഴലിട്ട് കൊടുക്കാം, എന്തൊക്കെ ഇതാണ്, പുതിയ ഡാം പണിത് ഇട്ട് കൊടുക്കാം. ഞാൻ മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രിയോടും ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? വെള്ളം എങ്ങനെ വേണമെന്ന് നമ്മളാണോ പറയേണ്ടത്? അവരല്ലേ.
തമിഴ്നാടല്ലേ പറയണ്ടേ ഞങ്ങൾക്ക് വെള്ളം വേണം, അത് ഇന്ന മെത്തേഡിലൂടെ വേണം. ഇത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് പറയണത്. അവിടെ കുഴലിട്ട് കൊടുക്കാം, പുതിയ ഡാം ഇട്ട് കൊടുക്കാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴലിട്ട് കൊടുക്കാന്ന് പറയണതിൽ എളുപ്പമാണല്ലോ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് കക്കി ഡാമിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല. കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് തമിഴന്മാരാ പറയണ്ടേ. തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ഉണ്ട് അവിടെ, അവർ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്നാണ് ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ വെള്ളം വേണം, അതിന് നിങ്ങൾക്ക് എന്ത് വേണം, പുതിയ കരാറുണ്ടാക്കണം എന്നൊക്കെ പറയേണ്ടത്. ഇതിപ്പോ മുല്ലപ്പെരിയാർ ഡാം ആരുടെയാന്ന് ചോദിച്ചാൽ അവരുടെയാന്ന് അവർ പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ നിൽക്കണ ഒരു ഡാം ആരുടെയാണെന്ന് തമിഴ്നാട്ടിൽ ഇറങ്ങി ഒന്ന് ചോദിക്കും, അവരുടെയാന്ന് പറയുള്ളൂ. അതായത് കേരളം അവരുടെയാന്നാ പറയണേ. കാരണം കേരളത്തെ അവർ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളെയൊക്കെ വിറ്റ്, നാളെ ഇതുവരെ ഇവിടെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളെയൊക്കെ വിറ്റ്. ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇരിക്കാനും നമുക്ക് നേരമില്ല. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മക്കളെ രക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ട് അവർ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കണേ? അവർക്ക് കിട്ടിയ ഒരു പ്രകൃതിയും ഭൂമിയും അവരുടെ അടുത്ത തലമുറയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പറ്റണില്ല. ഡാം തകർന്നാലോ? ഇവരൊക്കെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത ആൾക്കാർ, 50 വയസ്സ് കഴിഞ്ഞവര്. അവര് സുഖമായിട്ട് ജീവിച്ച് അടുത്ത കുഞ്ഞുമക്കൾക്ക്, യുവാക്കൾക്ക് അവർ കൊടുക്കണം. എന്താണ്? ഞാനിത് പറയുമ്പോ എന്നെ കൊല്ലാൻ വന്നോട്ടെ, എനിക്കൊരു വിഷയമല്ല. ഞാൻ ചോദിക്കണേന് അവർ മറുപടി പറയട്ടെ. എന്തിനാണ് ഇവര് ജീവിച്ചിരിക്കുമ്പോ 1970 ഈ കരാറ് പുതുക്കി കൊടുത്ത എന്തിന്? ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് മീൻ പിടിക്കാനുള്ള അവകാശം വാങ്ങിച്ചത് എന്തിന്? ഇവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നതല്ലേ? അല്ലേ? ഒരുത്തരം എഴുന്നേറ്റെന്ന് പറയാറുന്നല്ലേ നാട്ടില് ഇത് പറ്റൂല, 1970 കരാറ് പറ്റില്ല എന്ന് പറയാറുന്നല്ലോ. ഒരാളെങ്കിലും പറഞ്ഞോ? ഭരണത്തിലിരിക്കുന്നവരുടെ കാര്യം പോട്ടെ, പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ ആരെങ്കിലും? അപ്പൊ കാണേണ്ടവരെയൊക്കെ അവർ വേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു പത്രമുണ്ട്, ഒരു വലിയ പത്രം കേരളത്തില്, അതിനാണ് ഏറ്റവും കൂടുതൽ വരിക്കാറുള്ളത്. ആ പത്രത്തിന്റെ മുതലാളിയാണ് 1970 കരാറ് പുതുക്കാൻ നടന്നത്. ആലോചിച്ചു നോക്ക്. എന്നിട്ട് കരാറ് പുതുക്കി കിട്ടുമ്പോൾ ഇനി എനിക്കുള്ളത് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് പതിച്ചു കൊടുത്തത്. എൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഞാൻ ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരല്ല, എൻ്റെ ജോലിയും അല്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മക്കൾ വെള്ളത്തിൽ മുങ്ങി ചാകരുതെന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ ജോലി ലിമിറ്റഡ് ആണ്, അവിടെ തീരാണ്. ഞാനെന്തിന് ഇവരെയൊക്കെ വേണമെങ്കിൽ ഇരുന്ന് പറയാം, ഇന്ന പത്രമാണ്, ഇന്ന മുതലാളിയാണ്, ഇന്ന സ്ഥലത്താണ് സ്ഥലം പതിച്ചു കൊടുത്തേണ എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഈ നാട്ടിലിരുന്ന് ഈ നാടിനെ തന്നെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു തമിഴിനെ കാണിച്ചു തരാം. തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് ആ നാടിനെ വഞ്ചിക്കുന്ന ഒരു തമിഴൻ, ഒരു പത്രം, ഒരു ചാനല് ഒന്ന് കാണിച്ചതാ? വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് തമിഴ്നാടിനെ വഞ്ചിക്കുന്ന, കേരളത്തെ പോലെ വഞ്ചിക്കുന്ന പത്രം, മാധ്യമങ്ങള് ഇപ്പൊ തന്നെ നോക്ക്. ഇപ്പൊ തന്നെ മേജർ മാധ്യമങ്ങള് ഇപ്പൊ ഈ ചാനലിന്റെ പേരെന്ന ന്യൂസ് നോട്ട് 24 ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടുത്തെ മേജർ മാധ്യമങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കണേ? അവരെ വളർത്തിയതാരാ? ഈ നാട്ടിലെ ജനങ്ങളല്ലേ? അല്ലേ? എന്നിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കുന്നു? ഇവര് കേരളത്തെ ബാധിക്കാത്ത 100 പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല? അപ്പൊ അവരാരുടെ ഭാഗത്താ? തമിഴ്നാടൊന്നും നമ്മുടെ ശത്രുക്കളെ അല്ല, മനസ്സിലായ? ഇവരുടെ ഇത് വെച്ച് നോക്കിയ ഇവരുടെ ഈ മാധ്യമങ്ങളുടെ, വലിയ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാല് തമിഴ്നാടൊന്നും നമ്മളെ അത്ര ഉപദ്രവിച്ചിട്ടില്ല. ഇവരൊക്കെ ഞാൻ പറയണത് 100% ശരിയായിരുന്നു എന്ന് മനസ്സിലാകുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും, അത് ഉറപ്പാ. അത് ഡാം പൊട്ടിയാകരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ വന്നിരുന്നത് പറയുന്നത്.
അതായത് ഇരകൾക്ക് ബോധമുണ്ടാകുന്ന കാലത്ത് മുല്ലപ്പെരിയാർ ഡാം പ്രശ്നം പരിഹരിക്കപ്പെടും. അല്ലാണ്ട് ഇത് സർക്കാർ പരിഹരിക്കുന്നതോ ജുഡീഷ്യറി പരിഹരിക്കുന്നതോ എക്സിക്യൂട്ടീവ് പരിഹരിക്കുന്നതോ ഒന്നും അല്ല. ഈ ജനങ്ങൾക്ക് ഞങ്ങൾ അപകടത്തിലാണെന്നും ഞങ്ങൾ ഇതിന്റെ ഇരകളാകാൻ പോകുന്നതാണെന്നും നമ്മുടെ മക്കളും നാടും നശിക്കും എന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എന്റെ ദൈവമേ ഒന്നും സംഭവിക്കില്ല എന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ ഉണ്ടാകും, പ്രശ്നപരിഹാരം ഉണ്ടാവും. ഇത് നേരെ റിവേഴ്സാ. അവരെ ബോധവൽക്കരിക്കാനാണ് നിരന്തരം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഇവിടെ 4 കോടി ജനങ്ങളുള്ളത്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയും ഇവിടെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും ചേർത്താ ഞാൻ പറയണേ. അതിലും ഒരു 3 കോടിയെങ്കിലും ഇതൊരു അപകട സാധ്യതയാണ്, ഇതൊരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊന്നും ചെയ്യണ്ട, തനിയെ വന്നോളും. മനസ്സിലായ? പാമ്പ് എന്ന് പറയുമ്പോ പാമ്പിനെ മുമ്പിൽ കണ്ട് അയ്യോ പാമ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ആ പാമ്പാണ് ചായ എടുക്കുന്ന പറഞ്ഞാലോ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പൊ മനോഭാവം മാറണം, ചിന്തകൾ മാറണം. രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവരവർ വിശ്വസിക്കുന്ന പാർട്ടി അണികൾ രാഷ്ട്രീയ നേതൃത്വങ്ങളെ തിരുത്തണം. അതാ വേണ്ടത്. അവരും തിരുത്തപ്പെടാൻ തയ്യാറാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടിയ പൈസ ഇങ്ങനെ കൂട്ടി വെച്ച് എന്ത് ചെയ്യണമെന്നില്ലാതെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുള്ളത്. ഒരാൾക്ക് എന്തോരം പൈസ വേണം? തിന്നു തീർക്കാൻ പറ്റുമോ? തിന്നു തീർക്കാൻ പറ്റുമോ? ഒരുത്തരും തിന്നാനും പറ്റുന്നില്ല. പ്രഷർ, ഷുഗർ, മറ്റത് മറിച്ചത്. പിന്നെ എന്തിനാണ് ഈ പൈസ ഇങ്ങനെ അട്ടിയാക്കി കൂട്ടുന്നത്? അധികാരം പിടിച്ചെടുക്കാൻ അല്ലേ? മറ്റവനെയൊക്കെ ചവിട്ടി താത്തി എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കയറണം, ഞാൻ ജാജാവായി നിൽക്കണം, ഈ ഒറ്റ കാര്യത്തിനാ ഇങ്ങനെ കൂട്ടി വെക്കണത്. അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഈ അണികൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നടക്കണേ. എന്നിട്ട് ഈ അധികാരത്തിന്റെ അത്യുംഗ ശൃംഖത്തിൽ കയറി ഇരുന്നിട്ട് ഇവരെന്ത് നേടുന്നു? അവർക്ക് സ്വയം എന്ത് നേടുന്നു? ഈ നാടിന് എന്ത് നേടിക്കൊടുക്കാൻ സാധിക്കുന്നു? ഒന്നുമില്ല. ഇവരൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ വാനിഷ്ഡ് ആവും. നമുക്ക് എത്ര കൊല്ലത്തെ ചരിത്രമുണ്ട്? കൂടി വന്ന 2000 കൊല്ലത്തെ ചരിത്രം. ഇനി 5000 ആയിക്കോട്ടെ. അതിനു മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു, അവർക്ക് രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ചരിത്രം നമുക്കറിയോ? സകല സംവിധാനങ്ങളും ഈ ലോകത്തുനിന്ന് മാറിപ്പോവും. ഇന്റർനെറ്റും മാറും, സകലതും മാറും. ആരാണ് കേരളം ഭരിച്ചതെന്ന് പോലും ഒരു മനുഷ്യന് പിന്നീട് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത സാഹചര്യം വരാം. ഇവരെന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യരെ കൊന്നും കൊല വിളിച്ചും ഇങ്ങനെ സമ്പത്ത് ആർജിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതിന്റെ പുറകിൽ പരക്കം പാച്ചിൽ അവരുടെ ജീവിതം തന്നെ പോകുക. അവർ ജീവിക്കുന്നില്ല, സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നറിയോ? അതിയായ ആനന്ദത്തോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ആ പ്രശ്നങ്ങളുടെ മേലെ നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാ, തിന്മ പ്രവർത്തിക്കാത്തത് കൊണ്ടാ, അനീതി പ്രവർത്തിക്കാത്തത് കൊണ്ടാ, സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നു. അപ്പൊ എന്നെ കേൾക്കുന്നവരെ എൻ്റെ ഈ സന്തോഷത്തിലേക്കാണ് ഞാൻ വിളിക്കണേ. നിർത്തിക്കോ, തിന്മയുടെ മാർഗങ്ങൾ വിട്, നന്മയുടെ മാർഗങ്ങൾ എടുക്ക്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവും. സ്പിരിച്വൽ ആയി പോയല്ലേ? സ്പിരിച്വാലിറ്റിയാണ് എന്നെ നയിക്കുന്നത് കേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ പേടിയില്ലാണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ പ്രകൃതിയോടൊപ്പം നിൽക്കുമ്പോൾ എൻ്റെയർ നേച്ചർ എൻ്റെ കൂടെ നിൽക്കും. അത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം. മനസ്സിലായ? അതാണ് എൻ്റെ ഈ സന്തോഷത്തിന്റെ കാരണം. അപ്പൊ നിങ്ങൾക്കും സന്തോഷം വേണോ? നിങ്ങൾ പ്രകൃതിയോടൊപ്പം നിൽക്ക്, നന്മയോടൊപ്പം നിൽക്ക്, സത്യത്തിന്റെ കൂടെ നിൽക്ക്.
അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിന്റെയോ മത നേതാവിന്റെയോ ജാതി നേതാവിന്റെ കൂടെയല്ല. എല്ലാ ജാതി നേതാക്കളും മത നേതാക്കളും എനിക്കെതിരെ തിരിഞ്ഞാലും പറയേണ്ടത് പറയണതിന് എനിക്കൊരു മടിയുമില്ല. എനിക്കെതിരെ തിരിഞ്ഞോട്ടെ, എന്താ എനിക്ക് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ജീവനെ കുറിച്ച് പോലും ആദ്യം പിടിക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ ജീവൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ആരുടെ ജീവൻ ഉണ്ടാവണേ? ഈ കൊല്ലാനും കൊല്ലിക്കാനും നടക്കണവരുടെ ജീവനൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവോ? ഉണ്ടാവോ? ഈ തമിഴ്നാട് പക്ഷപാതം പറയുന്നവന്റെ ജീവനൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവോ? കാലാകാലത്തോളം മുല്ലപ്പെരിയാർ ഡാം കാലാകാലം നിൽക്കുന്നു പറയുന്ന പോലെ ഇവനൊക്കെ കാലാകാലം നിൽക്കോ? മാറണം. മാറിയില്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ മാറ്റും. അതാണ് ഇതിന്റെ അന്തസത്ത സാരം. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ മാറുക. നിങ്ങൾ മാറിയില്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ മാറ്റും. നിങ്ങൾ വേണ്ട ഇവിടെ. അതാണ് 1924 സംഭവിച്ചത്. നിങ്ങൾ വേണ്ട. നിങ്ങൾ ഇത്രയും ദുഷ്ടന്മാരിവിടെ വേണ്ട. ഈ പ്രകൃതി ദുരങ്ങളുടെയൊക്കെ ഒരു സ്പിരിച്വൽ ബേസിസ് എന്താണെന്നറിയോ? മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന തിന്മകൾ മാത്രമാണ്. ഈ ഭൂമിയുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ, ഇക്വലിബ്രിയം ഉണ്ട്. ഇപ്പൊ ത്രീ ഗോർജസ് ഡാം ചൈനയിൽ പണിത് വെച്ചിരിക്കുന്നു. ഭൂമിയുടെ ആ കറക്കത്തെ അത് ബാധിക്കുന്നു എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ് മൈന്യൂട്ടസ്റ്റ് സെക്കൻഡിന്റെ ഒരു 10,000-1 അംശമൊക്കെ ഉള്ളൂ. പക്ഷെ ഭൂമിയെ പോലെയുള്ള ഒരു ഗോളത്തിന്റെ കറക്കത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതി തിരിച്ചടിക്കും എന്നർത്ഥം. അത് കറങ്ങേണ്ട ഫ്രീക്വൻസിയിൽ അത് കറങ്ങണം. അതിന് മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ, കറക്കത്തെ പിടിച്ചു നിർത്തിയാൽ ആ കറക്കം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതിന്റെ ടൈമിംഗ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ മനുഷ്യനെ അങ്ങോട്ട് മാറ്റിക്കളയും. അതാണ് ഭൂകമ്പങ്ങളായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും ഒക്കെ ഈ ലോകത്ത് വരുന്നത്. ഇത് മനുഷ്യന്റെ വിചാരം എന്തെന്നാ? മനുഷ്യന് മാത്രം ലോകമെന്നാ? ഇവിടെ എല്ലാ ജീവികളുടെയും ലോകമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. സകല ജീവികളുടെയും ലോകമാണ്. ഒരു പറവയ്ക്ക് അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം മനുഷ്യൻ ഉണ്ടാക്കി വെച്ചാൽ പ്രകൃതി അത് കാണും. പറവയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ആരാ കാരണം? മനുഷ്യൻ. അവനെ അങ്ങ് മാറ്റിയേക്കാം. മനസ്സിലായോ? ഈ ആൾക്കാരുടെ വിചാരം എന്താണ്? ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ എല്ലാം, ബാക്കിയൊക്കെ എല്ലാ മനുഷ്യനൊരു മേധാവിത്വമുണ്ട്, ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അത് അവന്റെ തന്നെ നിലനിൽപ്പൊരു വിഘാതമായ രീതിയിൽ ചെയ്യരുത്. ഇപ്പം നമ്മള് ഈ യൂറോപ്പ് ഇപ്പോ പറഞ്ഞു വന്നതില് കുറച്ച് അങ്ങ് പോയി. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ജോസഫ് സി വിജയനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഈ ജോസഫ് സി വിജയനെ കാണാനായിട്ട് ഡേറ്റ് കിട്ടുകയോ അതിലൊരു ധാരണയായിട്ടുണ്ടോ? അല്ല, അത് എന്റെ സൗകര്യമാണ്. അതായത് അവിടുത്തെ ആളുകൾ പറഞ്ഞ സാറിന്റെ സൗകര്യം പറഞ്ഞോ, ഞങ്ങൾ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ഗ്രൗണ്ട് വർക്ക് ഇത് ശരിയാവട്ടെ, ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹത്തെ മാത്രമല്ല, പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഞാൻ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ change.org എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു പെറ്റീഷൻ ഇട്ടുണ്ട്. അത് 21 ലക്ഷത്തിലേക്ക് ഇപ്പൊ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഒപ്പിട്ടിട്ട്. അപ്പൊ അതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഓൾറെഡി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണ്. പ്രധാനമന്ത്രിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അറിയുന്നുണ്ട്. എങ്കിലും 4 കോടി ജനങ്ങളുള്ളിടത്ത് വെറും 21 എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ തന്നെ 8ാമത്തെ പെറ്റീഷനായി, ഇന്ത്യയിലെ 1ാമത്തെ പെറ്റീഷനായി അത്. പക്ഷെ എങ്കിൽ കൂടിയും 4 കോടി ജനങ്ങളുള്ളിടത്ത് 1 കോടി പോലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് വേറെ നെഗറ്റീവ് പോയിന്റ് ആണ്. അപ്പൊ 1 കോടിയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ജോസഫ് വിജയനെയും കൂടി കണ്ടാല് 1 കോടി ആയില്ലെങ്കിൽ പോലും ഞാൻ പ്രധാനമന്ത്രിയെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോ 1 കോടി ആയിരുന്നെങ്കിൽ ലോക നേതാക്കൾ ശ്രദ്ധിച്ചാനെ, എല്ലാവരും ചോദിച്ചാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ അടുത്ത്, നിങ്ങളുടെ നാട്ടില് 1 കോടി പേര് ഒപ്പിട്ട ഒരു ചെറിയ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ അതുമേ ഒന്നും പ്രതികരിക്കാത്ത എന്താന്ന് ലോകത്തിലെ രാഷ്ട്ര നേതാക്കന്മാർ ചോദിക്കും. 1 കോടിയെങ്കിലും ഒപ്പിടണ്ടേ? അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ ഒപ്പിടുന്നില്ല. അതാണെന്ന് ആലോചിച്ച് നോക്കി. വേണ്ടേ ഇവർക്ക്? ഈ ഡാം അങ്ങോട്ട് പൊട്ടി ചത്താ മതിയോ? ഒരു 10 പേരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇത്. അതുകൊണ്ടാണ് ചെയിൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ 1 മാസത്തിനുള്ളിൽ 1 കോടിയൊന്നുമല്ല, എത്ര കോടി വേണമെങ്കിലും ആകും.
ഈവൻ തമിഴിയൻസ് അതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ടുണ്ട്, കന്നഡികാസ് ഒപ്പിട്ടിട്ടുണ്ട്, യൂറോപ്യൻസ് ഒപ്പിട്ടിട്ടുണ്ട് ഒരു എൻവയറമെന്റൽ മാറ്റർ എന്നുള്ള രീതിയിൽ. ഉം. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഒപ്പിടാം. എന്നിട്ടും അത് 21 ലക്ഷമായിട്ടുള്ളൂ. ഞാൻ ഒറ്റക്ക് ഓടി അങ്ങ് എത്താൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും കൂടി കൂടെ വേണം, എങ്കിൽ നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാം. ഉം. അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇത്രയും നല്ല ഒരു ഗോഡ്സ് ഓൺ കൺട്രി നമ്മളായിട്ട് നമ്മുടെ കാലത്ത് തന്നെ നശിക്കാൻ ഇടവരുത്. നമ്മളിവിടെ കാണുന്നത് നമ്മൾ ചിന്തിക്കണം. ഈ എറണാകുളം തന്നെ, ഇപ്പൊ എറണാകുളത്തിരുന്ന് സംസാരിക്കുമ്പോൾ എറണാകുളം തന്നെ ഇത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താ? നെഗ്ലിജിബിൾ ആണ്. ഇത് ഡീക്കേഡ്സിന്റെ, നമ്മുടെ പൂർവികരുടെ ഡീക്കേഡ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഈ സിറ്റി. അത് ഒരു നിമിഷം കൊണ്ട് അങ്ങനെ തീരാന്ന് വെച്ചാ എന്തായാലും ചിന്തിക്കണം. സാറ് പോയി വരുമ്പോഴേക്കും നല്ലൊരു ശുഭവാർത്തയാകുമെന്ന് പ്രതീക്ഷിക്കും. അതേതായാലും ഉണ്ടാവും. അതുകൊണ്ടല്ല ഞാൻ ഡാം പൊട്ടില്ല എന്ന് പറയണവരുടെ കൂടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഹോണസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ടാ പൊട്ടാത്ത, അല്ലാതെ ഡാമിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല. ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ്. അവിടുത്തെ ചീഫ് എഞ്ചിനീയേഴ്സും 2 ഡിപ്പാർട്ട്മെന്റിലെയും, ജലസേചന വകുപ്പിലെയും വിദ്യുത് ശക്തി വകുപ്പിലെയും ഹയർ ഓഫീഷ്യൽസ് പറയണത് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഡാമാണെന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്തവരും പറയണത് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഡാമാണെന്ന്. കാരണം അവർക്ക് സയന്റിഫിക്, ഈ ഡാം നിൽക്കണതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഇല്ല. ദൈവം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഡാം അവിടെ നിൽക്കുന്നത്.